എവിടെ നോക്കിയാലും പാറ്റയും പല്ലി കണ്ടോ കണ്ടോ, കൊട്ട നിറച്ച് പാറ്റയാൻ തോന്നുന്നു. വേണ്ട പല്ലി. ഈ പാറ്റയും പല്ലിയൊക്കെ പോകാൻ എന്ത് ചെയ്യണം? നമ്മുടെയൊക്കെ വീടുകളിൽ പല്ലിയും പാറ്റയും ചിലന്തിയൊക്കെ കാരണം നമ്മളൊക്കെ ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നില്ലേ? നമ്മുടെ ഈ കബോർഡിംഗ് സെറ്റൊക്കെ കൂടുതലും ഇഷ്ടം പോലെ പാറ്റകളല്ലേ? അതുപോലെ ഒരു ടിപ്സുമായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. ഹായ്, എന്തൊക്കെയാണ് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഞാൻ ഇന്ന് ചെറിയ ടിപ്സുമായിട്ടാണ് വന്നിരിക്കുന്നത്. അരമുറി ബിസ്ക്കറ്റും പാരസെറ്റാമോൾ ഉണ്ടെങ്കിൽ നമുക്ക് എലിയും പാറ്റി എല്ലാം തുരത്തി ഓടിക്കാം കേട്ടോ. അപ്പം നിങ്ങളും കൂടെ ഇതൊക്കെ ചെയ്ത് നോക്കാൻ വേണ്ടിയാണ് ഞാനിവിടെ പറയുന്നത്. നാരങ്ങയാണ്, ഇതിൻ്റെ കുറച്ച് മതി കേട്ടോ. വേണ്ടേ, ആദ്യം നമുക്ക് ബിസ്ക്കറ്റ് പൊടിച്ചിടാവേ. ഇതിലോട്ട് ഈ നാരങ്ങ നീര് പിഴിഞ്ഞൊഴിക്കണം. കുറച്ച് മതി കേട്ടോ. ഇനി വേണ്ടത് വിനാഗിരിയാണേ, കുറച്ച് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി പാരസെറ്റമോൾ നമുക്ക് പൊടിച്ചെടുക്കണവേ. വേണ്ട, പൊടിച്ചെടുക്കൊണ്ട് വരാം ഞാൻ. പാരസെറ്റമോൾ പൊടിച്ചതാണേ, ഇട്ട് കൊടുക്കുക. ഒരു സ്പൂൺ കൊണ്ട് നമ്മളിങ്ങനെ അത് മിക്സ് ചെയ്ത് കൊടുക്കണവേ. കണ്ടേ, കുഴമ്പ് രൂപത്തിലായിട്ടുണ്ട് കണ്ടോ. ഇതിന് ഉപയോഗശൂന്യമായ പാത്രങ്ങളൊക്കെ കാണില്ലേ? ഇത് നമ്മുടെ വേസ്റ്റ് പാത്രമാണ്. അതുകൊണ്ടുള്ള എന്തെങ്കിലും പാത്രമൊക്കെ ഉണ്ടെങ്കിൽ കൊണ്ട് വെച്ച് കൊടുത്താൽ മതി. ഇത് സ്മെല്ല് കേൾക്കുമ്പോൾ തന്നെ പല്ലിയൊക്കെ ഓടും. ഇത് വന്ന് കഴിക്കുവാണെങ്കിൽ പല്ലിയും പാറ്റിയൊക്കെ ചത്തു പോകും കേട്ടോ. അതുകൊണ്ട് ഈ കബോർഡിലൊക്കെ ഇങ്ങനെ വെച്ച് കൊടുത്താൽ മതി. നമ്മൾ ടേബിളിൻ്റെ അടിയിലെല്ലാം കാണുമല്ലോ. അപ്പോൾ ഈ രീതിയിലൊക്കെ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഇന്ന് ഇത്രയൊക്കെയുള്ള എൻ്റെ ടിപ്സൊക്കെ. അപ്പം എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഓക്കെ, ബൈ ബൈ.